നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്ന ഒരു പ്രധാന മൂലകമാണ് കാൽസ്യം എന്നത്. എന്നാൽ ചിലപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടി ശരീരത്തിൽ എത്തുന്ന കാൽസ്യം രക്തധമനികളിൽ അടിഞ്ഞ് വാൽവുലാർ കാൽസിഫിക്കേഷൻ എന്ന ഒരു കണ്ടീഷൻ എത്തിക്കാറുണ്ട്. ഇത് പലപ്പോഴും ഹൃദയാഘാതം, സ്ട്രോക്ക് പോലെയുള്ള അപകടങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ K2, മഗ്നീഷ്യം, വൈറ്റമിൻ D എന്ന പോഷകങ്ങളുടെ അപര്യാപ്തതയാണ്. ശരിക്കും വൈറ്റമിൻ K2 അതുപോലെ തന്നെ മഗ്നീഷ്യം എന്നിവ കാൽസ്യത്തിനെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്ത് എല്ലുകളിലേക്കും പല്ലുകളിലേക്കും എത്തിക്കുന്ന പോഷകങ്ങളാണ്. ഇവയുടെ ആക്ടിവിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ D എന്ന് പറയുന്ന പോഷകം. ഇത് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം നടക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ജോയിന്റ്സ് ഒക്കെ ക്രാക്ക് ചെയ്യാം, ജോയിന്റ് പെയിൻ വരാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി തന്നെ നമുക്ക് ഈ ഒരു പോഷകങ്ങളുടെ അളവ് കൂട്ടാവുന്നതാണ്. ദോശ, ഇഡലി പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ, വെണ്ണ, നെയ്യ്, മുട്ടയുടെ മഞ്ഞ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് വൈറ്റമിൻ K2 അടങ്ങിയിരിക്കുന്നത്. മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏത്തപ്പഴം, തേങ്ങാവെള്ളം, കരിക്കുവെള്ളം, ഇലക്കറികൾ, ആൽമണ്ട്, അണ്ടിപ്പരിപ്പ് എന്നിവയാണ്. അപ്പോൾ അടുത്ത തവണ ജോയിന്റ് പെയിൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ശരീരവേദനയൊക്കെ വരുമ്പോൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിനോടൊപ്പം വൈറ്റമിൻ K2 അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെയും അളവുകൾ കൂടി ഒന്ന് പരിശോധിക്കുക.